NSS വോട്ടുറപ്പിക്കാൻ പെരുന്നയിൽ മാത്രമല്ല ഇങ്ങ് തിരുവനന്തപുരത്തും തിരക്കാണ്. NSS തലസ്ഥാനത്ത് തുടങ്ങിയ പത്മ ഹോട്ടലിന്റെ ഉദ്ഘാടനമായിരുന്നു വേദി. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കാണാൻ സ്ഥാനാർത്ഥികളും മന്ത്രിമാരും. UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആദ്യം തന്നെ എത്തി. പിന്നാലെ LDFനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ GR അനിലും V. ശിവൻകുട്ടിയും. വൈകാതെ ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും BJP സ്ഥാനാർത്ഥികളായ V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും. വോട്ട് തന്നെയാണ് എല്ലാവരുടെയും വരവിന്റെ ഉദ്ദേശമെന്ന് G. സുകുമാരൻ നായർ പറയാതെ പറഞ്ഞു. അതിനകത്ത് ഒരുപാട് ഹിന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ, അത് ഓരോ ഹിന്റ് ഉണ്ട്, അതുകൊണ്ട് അത് അവർ മുതലാക്കുന്നു. അത് ഇലക്ഷന്റെ ഒരു ഭാഗമല്ല. ഒപ്പം NSSന്റെ പരസ്യ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ശബരിമല വിഷയം കത്തിയ 2019 പോലെ LDFനെ എതിർപക്ഷത്ത് നിൽക്കുന്ന പരസ്യ നിലപാട് ഇക്കുറിയില്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അസമദൂരം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും NSSന് യാതൊരു വിധമായ അകൽച്ചയോ കൂടുതൽ അടുപ്പവുമില്ല. ഇതിനകത്ത് പെടുന്ന ആളുകൾക്ക് അവരുടെ വോട്ട് അവരുടെ മനസാക്ഷി അനുസരിച്ച് ആർക്ക് വേണം ചെയ്യാനും ഞങ്ങൾ ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. സമദൂരം പറയുമ്പോഴും തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ സമുദായത്തോട് ചേർത്ത് നിർത്തി G. സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കി. ഉണ്ടായ ഒരു ധാരണ പശുവിൽ ഞാൻ പറഞ്ഞു പോയത് അങ്ങനെ അസൽ നായരാണ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ യോഗത്തിൽ വിളിച്ചതെന്നും പറഞ്ഞു. പിന്നീടുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കൂടി ഉണ്ടായിരുന്ന വേദിയിലാണ് ശശി തരൂരിനെ അസൽ നായരെന്ന് ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. പഴയ ഡൽഹി നായർ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണെങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും അദ്ദേഹം പരാമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് തിരുവനന്തപുരത്ത് NSSന്റെ പിന്തുണ തരൂരിനൊപ്പമാണെന്ന് കുറഞ്ഞപക്ഷം അവിടെ കേട്ടിരുന്നവർക്കെങ്കിലും ബലപ്പെട്ടു. പിന്നാലെ G. സുകുമാരൻ നായരെ വണങ്ങി ശശി തരൂർ വേദി വിട്ടു. ഇതോടെ ഒരരികിലിരിക്കുകയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ G. സുകുമാരൻ നായരുടെ അടുത്തെത്തി. തൊട്ടടുത്ത കസേരയിൽ സ്ഥാനമുറപ്പിച്ചു, കുശലം പറഞ്ഞു. വിശേഷം പങ്കിട്ട് V. മുരളീധരനും ബന്ധം പുതുക്കി. വോട്ടെടുപ്പ് അടുക്കുന്നതോടെ ഇനി വോട്ടുറപ്പിക്കാനുള്ള ഇത്തരം കാഴ്ചകളും നീക്കങ്ങളും ഏറെ കാണേണ്ടി വരും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.